Welcome to RK's Stories. ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നു മുതൽ നമ്മുടെ പുതിയ കഥ ആരംഭിക്കുകയാണ്. രുദ്ര, ഒരു പുനർജന്മ പ്രണയ കഥ. രസകരവും മനോഹരവുമായ ഒരു കഥയാണ്. കഥ തുടക്കം മുതൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി കഥയിലേക്ക്. രുദ്ര, ഒരു പുനർജന്മ പ്രണയകഥ, ഭാഗം 1. രചനയും അവതരണവും രഘുദാസ് കാട്ടിങ്കൽ. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. കയ്യിലൊരു നയാ പൈസ ഇല്ല എന്ന പാട്ട് മൊബൈലിൽ അലാറാം ടോണായി കിടന്ന് കാർന്നതും കേട്ടുകൊണ്ടാണ് ആദ്യ തുറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. ആഹാ, അവസ്ഥ എത്ര മനോഹരം! കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കണ്ണു തിരുമ്മിക്കൊണ്ട് ആദ്യം സ്വയം പരിതപിച്ചു. ഇന്നവന്റെ ചേട്ടൻ വൈഷ്ണവിന് വേണ്ടി പെണ്ണ് കാണാൻ പോകുന്ന ദിവസമാണ്. അതിന് നേരത്തെ എഴുന്നേൽക്കാൻ രാത്രി അവൻ തന്നെയാണ് ആ അലാറം വെച്ചതും. അത് തന്നെയാണ് അവന്റെ റിംഗ് ടോണും. അവന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴൊക്കെ അമ്മ അതും പറഞ്ഞ് അടിയുണ്ടാക്കാറുണ്ടെങ്കിലും ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടിയാണ് ആ പാട്ട് ഇട്ടിരിക്കുന്നത് എന്നാണ് ടിയാന്റെ വാദം. സത്യം പറഞ്ഞ ഇവർക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് മനസ്സിലാകുന്നില്ല. വാഷ്റൂമിലേക്ക് കയറി ബ്രഷിൽ പേസ്റ്റ് തേക്കുന്നതിനിടയിൽ അവൻ ആലോചിച്ചു. പ്ലേ സ്കൂളിൽ വെച്ച് തുടങ്ങിയ പ്രേമോട് രണ്ടും വളർന്ന് വലുതായി ഇപ്പതേ ഒരേ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്നു. രണ്ടിനെയും പിടിച്ച് ഏതെങ്കിലും അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ കൊണ്ടുപോയി കെട്ടിക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോ പെണ്ണ് കാണാൻ പോകല്, പിന്നെ ചെക്കന്റെ വീട് കാണാൻ വരല്, നിശ്ചയം, സേവ് ദ ഡേറ്റ്, മെഹന്തി, കല്യാണം, വാങ്ങത്തൊരു തേങ്ങ കൊല. ഇതൊക്കെ കണ്ടുപിടിച്ചവനെ കിട്ടിയിരുന്ന കാലുടക്കൊന്നങ്ങ് തൊഴിക്കായിരുന്നു. നമുക്ക് പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതിനാൽ ഇമാതിരി വയ്യാവിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കുളിക്കുന്നതിനിടയിലും ആശാൻ സ്വയം സമാധാനിപ്പിക്കുകയായിരുന്നു. പറയുമ്പോ എല്ലാം പറയണമല്ലോ, ജോലി ഇല്ല എന്നൊന്നും പറഞ്ഞൂടാ കേട്ടോ. സ്വന്തം പാഷൻ ജോലിയായിട്ട് എടുക്കുന്നതാ നല്ലതെന്ന് പണ്ടൊരു പെണ്ണ് പറഞ്ഞത് കേട്ട് അവൻ തന്നെ കണ്ടെത്തിയ ഒരു ജോലിയുണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. തൽക്കാലം തുടക്കമായതുകൊണ്ട് കണ്ട കുറ്റിക്കാട്ടിലൊക്കെ വലിഞ്ഞു കയറി പട്ടിയുടെയും പാമ്പിന്റെയും പരുന്നിന്റെയും ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുന്നു. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നാൾ കാട്ടിൽ കയറി സിംഹം ഇര പിടിക്കുന്നതും പുലി തന്റെ കൊച്ചിനെ പാലൂട്ടുന്നതും ഒക്കെ ക്യാമറയിൽ ഒപ്പിയെടുക്കും എന്നൊരു വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് അഭിമാനത്തിന് കുറവൊന്നുമില്ല. വിശ്വാസം അതല്ലേ എല്ലാം. ബിടെക്കിന് പഠിക്കാൻ വിട്ടിട്ട് പഠിക്കാനുണ്ടായിരുന്ന വിഷയങ്ങളെക്കാൾ സപ്ലി ആയപ്പോ ഞങ്ങൾ ആ പണി അങ്ങ് നിർത്തി. അത് കഴിഞ്ഞതും പൊന്നുമോൻ ഈ പണിക്കാണ് ഇറങ്ങിയത് എന്നതാ അവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സൂര്യക്കേടും. വയസ്സായ അച്ഛന് കാട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ കേടാ എന്ന അവന്റെ ഭാഷ്യം. അച്ഛൻ കാർത്തികേയൻ തരക്കേടില്ലാത്തൊരു ട്രേഡിംഗ് ബിസിനസ് നടത്തുന്നു. പേര് കേട്ടാലൊക്കെ അടിപൊളിയാ. സിനിമയിൽ ലാലേട്ടൻ മീശ വിരിച്ച് അങ്ങനെ നിൽക്കുന്നൊരു സ്റ്റൈലൊക്കെ അങ്ങ് തോന്നുമെങ്കിലും ആളെ കണ്ടാൽ നമ്മുടെ മമ്മൂക്കോയുടെ ലുക്കും സ്വഭാവവുമാ. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ ആദ്യത്തിനെ കാണുമ്പോൾ മാത്രം ആൾക്ക് പിരിയിളകി പഴയ ജോസ് പ്രകാശ് ആകും. വീട്ടിൽ മുതലയെ വളർത്താത്തത് കൊണ്ട് അവനെ പിടിച്ച് മുതലക്കിട്ട് കൊടുക്കുന്നില്ലെന്ന് മാത്രം. അത്രക്ക് നല്ല ടേംസിലാ അച്ഛനും മകനും. രാജേശ്വരി ട്രേഡേഴ്സ്, അതാ പുള്ളിക്കാരന്റെ കമ്പനിയുടെ പേര്. ഈ രാജേശ്വരി മറ്റാരുമല്ല, ആദിത്യന്റെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ്. ആദിത്യന്റെ മാത്രമല്ല, വൈഷ്ണവിന്റെയും. ഇത് രണ്ടും കൂടാതെ ഇനി ഒരെണ്ണം കൂടിയുണ്ട് കേട്ടോ, ഒരു വാല്. അത് വഴിയേ പറയാം. ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ട് ആയിരുന്നു അമ്മ. റിട്ടയർഡായി ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. നമ്മുടെ ആദ്യത്തിന്റെ ഏക വരുമാന മാർഗവും പുള്ളിക്കാരിയാണ്. വൈഷ്ണവ് കോളേജിൽ പോയി തൊണ്ടകീറി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ആശാട്ടി വീട്ടിലിരുന്ന് പെൻഷൻ മേടിക്കുന്നുണ്ട്. പാലക്കാട്ടെ കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്നും നമ്മുടെ മാമുക്കോയ പണ്ടേ അടിച്ചെടുത്തു കൊണ്ടുവന്നതാ പുള്ളിക്കാരിയെ. അച്ഛനും അമ്മയും കൂടി നിൽക്കുന്നത് കാണുമ്പോ പ്രേമത്തിന് കണ്ടില്ല എന്ന് പഴമക്കാർ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്നൊരു വെളിപാട് ആദ്യത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അവൻ അത് പലപ്പോഴും അമ്മയോട് ചോദിക്കാറുണ്ട്, ഈ മുതലിനെ എങ്ങനെയാ സ്നേഹിച്ചത് എന്ന്. അതിനെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞടി അല്ലാതെ മറുപടി ഒന്നും ഇതേവരെ കിട്ടിയിട്ടില്ല. ആ, കണ്ടുപിടിച്ചോളാം, സമയോട്ടെ എന്നതാ അവന്റെ ഒരു ലൈൻ. ആദിക്ക് പിന്നെ പണ്ട് തൊട്ടേ യാത്രയും ഫോട്ടോഗ്രാഫിയും മാത്രം തലയിൽ കയറിയുന്നത് കൊണ്ട് കോളേജിൽ കൂടെ പഠിച്ചിരുന്ന പല അവന്മാരും മരം ചുറ്റി പ്രേമവും കാല് വെന്ത നായയെ പോലെ പെണ്ണുങ്ങളുടെ പുറകെ ഓട്ടവും ഒക്കെ ആയിരുന്നപ്പോ അവന്റെ മുഖ്യ തൊഴില് ക്യാമറയും പിടിച്ച് കണ്ട ജാവാലി പട്ടികളുടെ ഒക്കെ പുറകെ നടന്ന് ഫോട്ടോ എടുക്കൽ മാത്രമായിരുന്നു. ഇവരെയൊക്കെ കൂടാതെ ഇനി ഒരു അവതാരം കൂടി ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ മുതല്. ചേട്ടാ. ആഹാ,
ദേ വന്നല്ലോ. തിങ്ക് ഓഫ് ദി ഡെവിൾ ആൻഡ് ദ ഡെവിൾ ഈസ് ഹിയർ. വീട്ടിലെ ഇളയ സന്താനമാണിപ്പോ ചേട്ടാ എന്നും വിളിച്ചുകൊണ്ട് ആദിയുടെ മുറിയിലേക്ക് കയറി വന്നത്. സ്നേഹം കൂടുമ്പോഴൊക്കെ അവൻ ആണി എന്ന് വിളിക്കുന്ന ആവണി. ആള് +2 ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിൽ MBBS ചേരാൻ റെഡിയായി നിൽക്കുകയാണ്. വീട്ടിലെ അവളുടെ വിളിപ്പേരൊക്കെ കേൾക്കാൻ പോകുകയോ അച്ചു. പക്ഷെ കയ്യിലിരിപ്പ് അവനെ പോലെ തന്നെ തനി കൂതറ. ഇന്നവര് കാണാൻ പോകുന്ന ഏട്ടത്തെയും സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഈ രണ്ടിനോടും കട്ടക്ക് നിൽക്കും. കൂട്ടത്തില് കുറ്റം പറയരുതല്ലോ, ചേട്ടൻ ആളൊരു ഹൈഫൈ സ്റ്റൈലാ. ശുദ്ധൻ, ശാന്തൻ, സർവോപരി പരോപകാരി. പുള്ളിക്കാരി കൂടി ഇങ്ങോട്ട് വന്നിട്ട് വേണം ചേട്ടനെ അവരുടെ നിലവാരത്തിലേക്കൊന്ന് താഴ്ത്തിക്കൊണ്ടുവരുവാനായിട്ട് എന്ന് തീരുമാനിച്ചിരിക്കുക രണ്ടും കൂടി. ചേട്ടാ എത്ര നേരമായി അമ്മ താഴെ കിടന്ന് വിളിക്കുന്നു? വേഗം റെഡിയായി താഴേക്ക് വന്നേ. ദേ അച്ഛൻ അവിടെ കിടന്ന് ഗർജിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഗതി അച്ഛനും അവളും ഒറ്റക്കെട്ട. ഇപ്പുറത്ത് ആദ്യം അമ്മയും. രണ്ട് ഗ്യാങ്ങായി തിരിഞ്ഞ് അടി ഉണ്ടാകുമ്പോഴൊക്കെ നടുക്ക് നമ്മുടെ പരോപകാരി ചേട്ടനും ഉണ്ടാകും എന്നും പിടിച്ചു മാറ്റാൻ. ഇടി ഞാൻ ഇപ്പൊ തന്നെ റെഡിയാകാം. ചേട്ടൻ എങ്ങനെ റെഡിയായോ? വാഷ്റൂമിനകത്തു നിന്നും അവൻ വിളിച്ചു ചോദിച്ചു. പിന്നെ നല്ല ചേലുണ്ട് കാണാൻ. ഞാൻ കാലത്ത് എഴുന്നേറ്റ് വരുമ്പോ തന്നെ ആള് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഷർട്ടും പാന്റും വലിച്ചു കയറ്റി മുന്നിൽ ഇരിപ്പുണ്ട്. ആണോ? അത്രക്ക് ഗംഭീരമാണോ? അടിപൊളി. ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിച്ചോ. അമ്മാതിരി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ. വേഷം മോശമാന്നേ നിനക്കൊന്ന് ഉപദേശിക്കായിരുന്നില്ല അങ്ങ്? പിന്നെ എന്റെ തലക്ക് ഭ്രാന്തല്ലേ അതിനൊക്കെ പറഞ്ഞു തിരുത്താനായിട്ട്. നീ വേഗം റെഡിയാകാൻ നോക്ക് ചെക്ക. അതും പറഞ്ഞ് അവൾ താഴേക്ക് പോയി. അവൻ പെട്ടെന്ന് തന്നെ റെഡിയായി ഒരു ബ്ലൂ ജീൻസും വൈറ്റ് റൗണ്ട് നെക്ക് ടീഷർട്ടും ഇട്ട് താഴേക്ക് ചെന്നു. താഴേക്ക് ചെന്നപ്പോ ഹാളിൽ ഇരിപ്പുണ്ട് ചേട്ടച്ചാർ കുറ്റിയടിച്ച്. അവൻ അങ്ങേരെ അടിമുടി ഒന്ന് നോക്കി. അവള് പറഞ്ഞത്രയും മോശമല്ല കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ട്, ഉൾക്കൈയിട്ട് ബ്ലാക്ക് പാന്റും കുത്തിക്കയറ്റി അനങ്ങിയ കഴുത്ത് ഇറുകിച്ചാകും മാതിരി ടൈറ്റ് ആയിട്ട് കഴുത്ത് വരെ ബട്ടൺസ് ഇട്ട് ഇരിപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വന്ന ആദ്യത്തിനെ കണ്ട് പുള്ളി വിളിച്ചു. ഡാ ഇങ്ങോട്ട് തോന്നേ, നീ ഒന്ന് നോക്കിക്കെന്നെ, എങ്ങനെയുണ്ട്? അത് കേട്ടപ്പോ മണിച്ചിത്രത്താഴിലെ പപ്പുവിനെയാ ഓർമ്മ വന്നത്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്തേലും കുഴപ്പമുണ്ടോന്ന്. ഒരു ടൈ കൂടെ അങ്ങ് ആകായിരുന്നു ചേട്ടാ. ചുമ്മാ ഒന്ന് ഇളക്കി നോക്കിയതാ. ഡാ ആക്കല്ലേ, ഇപ്പോഴത്തെ സ്റ്റൈലേ ഈ ഫോർമൽ ഡ്രസ്സാ, അല്ലാതെ നിന്നെ പോലെ ഈ അവിഞ്ഞ ബനിയനും കീറിയ പാന്റും അല്ല. അറിയോ നിനക്ക്? പക്ഷെ ഇതൊരു മാതിരി ജോലിക്ക് പോകുന്നത് പോലെ ആയിപ്പോയി. അതേടാ, ജോലിക്ക് പോകാൻ തന്നെയാ. നീ കേട്ടിട്ടില്ലേ ഭർത്താവ് ഉദ്യോഗം? ശരി, അപ്പൊ പിടിച്ചതിലും വലുതാ അളയെ കിടക്കുന്നത്. കൊള്ളാം, പുരോഗമനമുണ്ട്. മനസ്സിൽ ഓർത്തത് അങ്ങനെയാന്നേലും തടി വെടക്കാക്കേണ്ടെന്ന് കരുതി അവൻ പറഞ്ഞത് വേറെയായിരുന്നു. ശരിയാ ചേട്ടാ, ഞാനേ അത്രയ്ക്ക് അങ്ങോട്ട് കടന്നു ചിന്തിച്ചില്ല. എന്നാ പിന്നെ ചേട്ടൻ എവിടെ ഇരിക്കെ, ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. അതാ നല്ലത്. വേഗം പോയി ഭക്ഷണം കഴിച്ച് റെഡിയാകാൻ നോക്ക്. വോ അമ്മാ വിളിച്ചും കൂവിക്കൊണ്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു. ഇവിടെ ആരുമില്ല, പോയിട്ട് നാളെ വാ. ഡൈനിങ് ടേബിളിന് മുന്നിൽ നിന്ന് ഞണ്ണിക്കൊണ്ടിരുന്ന കുട്ടി പിശാച അത് പറഞ്ഞത്. ഡീ പോത്തെ, എന്റെ വിളച്ചെടുക്കല്ലേ, നിന്റെ തലവണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. അവനൊന്ന് ചീറി. കുഞ്ഞു പോയേടാപ്പ. ദോശ വായിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് അവൾ അവനെ പുജിച്ചു. ഡി അമ്മ എന്തേ? കാലത്തെ അവളോട് ഉടക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ ചോദിച്ചു. ഓ, അമ്മ വാരി തന്നാലേ പൊന്നവും കഴിക്കൂ. ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ ഡ്രസ് ചെയ്യുക, വേണേ എടുത്ത് കഴിക്കാൻ നോക്കട ചേട്ടാ. ബഹുമാനക്കുറവ്. ശരിയാക്കി തരാ. അവളുടെ കേസ് അവധിക്ക് വെച്ചിട്ട് അവൻ ദോശയും ചമ്മന്തി എടുത്ത് കഴിക്കാൻ തുടങ്ങി. അവരുടെ ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും റെഡിയായി പുറത്തേക്ക് വന്നു. ആദ്യെ കണ്ട കാർത്തികേയൻ തല ചരിച്ച് അവനെ ഒന്ന് നോക്കി. സ്ട്രോക്ക് വന്നതുപോലെ അങ്ങേരുടെ ചിറി ഒരു വശത്തേക്കൊന്ന് കോടി. ഈ എരണം കെട്ടവനും വരുന്നുണ്ടോ കൂടെ എന്നതാണ് ആ കോടലിന്റെ അർത്ഥമെന്ന് അവന് പെട്ടെന്ന് തന്നെ പിടികിട്ടി. അത് അമ്മയ്ക്കും മനസ്സിലായി എന്ന് പുള്ളിക്കാരനെ നോക്കി കണ്ണുരുട്ടുന്ന അമ്മയെ കണ്ടപ്പോ അവന് കത്തി. അമ്മ കണ്ണുരുട്ടിയതും പൊട്ടാൻ പോയ പടക്കം പെട്ടെന്ന് നനഞ്ഞതുപോലെ അങ്ങേരി കാറിനടുത്തേക്ക് നടന്നു. മാതാജി കീ ജയ്. അമ്മയുടെ അടുത്തെത്തിയവൻ പതുക്കെ പറഞ്ഞു. അവനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന അമ്മ പാടത്ത് വെച്ച കോലം കണക്കെ സെറ്റിയിൽ കൊണ്ടുവന്ന് നാട്ടിയേക്കുന്ന വൈഷ്ണവനെ കണ്ട് അവിടെ തറഞ്ഞു നിന്നു. എന്താടാ വെച്ചു ഇത്? നിനക്ക് ആ കൈയെങ്കിലും ഒന്ന് മടക്കി വെച്ചൂടെ? അമ്മയെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചിട്ട് മറുപടി പറയാതെ പുള്ളിക്കാരനും എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നു. പുതിയ സ്റ്റൈല അമ്മ. കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ആദ്യം അമ്മയെ സമാധാനിപ്പിച്ചു.
മിക്കവാറും ആ പെങ്കൊച്ച് ഇന്ന് തന്നെ ഇത് അവസാനിപ്പിക്കുമെന്നാ തോന്നുന്നേ. പിറുപിറുത്തുകൊണ്ട് അമ്മയും ആദിയുടെ കൂടെ നടന്നു. കാറ് പെണ്ണിന്റെ വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ആദി കണ്ടു അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതിൽ ഏട്ടത്തിയുടെ അച്ഛനും അപ്പൂപ്പനും ഉണ്ട്. അവൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ളത് കൊണ്ട് ഇവരൊക്കെ നല്ല പരിചയവുമാണ്. ബാക്കിയുള്ളതൊക്കെ ഏതോ ബന്ധുക്കളാണെന്ന് തോന്നുന്നു. അപ്പൂപ്പന് പിന്നെ പണ്ടേ അവനെ വലിയ കാര്യമാണ്. എപ്പോ കണ്ടാലും പുള്ളി അവനെ നാക്ക് കൊണ്ട് ഏറിൽ നിർത്താറുണ്ട്. ആ ഒരു സ്നേഹം അവനും അങ്ങോട്ടുണ്ട് കേട്ടോ. കാറിൽ നിന്നും ഇറങ്ങിയവരെ എല്ലാവരും കൂടി വീടിന്റെ അകത്തേക്ക് ആനയിച്ചു. കൂട്ടത്തിൽ ഒരു ചെറുക്കൻ ചേട്ടനെ അടിമുടി നോക്കുന്നുണ്ട്. അവൻ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇതുപോലൊരു കത്തിവേഷം കാണുന്നതെന്ന് തോന്നുന്നു. അതിന്റെ ഒരു സന്തോഷം അവന്റെ മുഖത്ത് കാണാം. അവർ ഹാളിൽ ഇരുന്ന ഉടനെ അമ്മയും ആവണിയും അകത്തേക്ക് സ്കൂട്ടായി. ഹാളിൽ നിന്നിരുന്ന 2-3 സ്ത്രീകൾ ചേട്ടനെ നോക്കി എന്തൊക്കെയോ കുശുകുശുക്കുന്നു, ചിരിക്കുന്നു. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അമ്മാവൻ അച്ഛനോട് ചോദിച്ചു. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ളത് കൊണ്ട് വഴി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. മറുപടി പറഞ്ഞത് പറഞ്ഞാൽ കേൾക്കാത്ത ആദിയുടെ നാമായിരുന്നു. ഇവനിതെന്ത് തേങ്ങയായി പറയുന്നത് എന്ന മട്ടിൽ അവിടെ ഇരുന്നവരൊക്കെ അവനെ നോക്കി കണ്ണു പിടിച്ചു. എടാ കൊച്ചനെ, നിനക്ക് ഇപ്പോഴും ആ ഫോട്ടം പിടിക്കൽ മാത്രമേ ഉള്ളോ, അതോ ജോലി വല്ലതും ആയോ? ഹോ, ഇപ്പോഴാ ഒരു സമാധാനമായത്. അപ്പൂപ്പന്റെ ചോദ്യം കേട്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അവൻ അങ്ങേരെ നോക്കി ഒന്ന് വിളിച്ചു. ഓ അപ്പൂപ്പ, ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച പോയി ജോയിൻ ചെയ്യണം. ആഹാ, കൊള്ളാലോ. എവിടെയാ? കാട്ടില. അതെന്നാടാവേ, വല്ല മരം മുറിക്കുന്ന പണി വാമോ? എവടാ, മിക്കവാറും കല്യാണത്തിന് മുന്നേ ഇയാട്ട 16 നടത്തേണ്ടി വരും കേട്ടോ. അവിഞ്ഞ കോമഡിയും പറഞ്ഞ് കിണിക്കുന്ന ആ ഉണക്ക കിളവനെ ഒറ്റ ഏറിന് കൊല്ലാൻ പറ്റിയ വല്ലതും അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ ഏട്ടത്തി ചായയുമായി അങ്ങോട്ടേക്ക് വന്നു. കൂടെ അമ്മയും അച്ഛവും ഉണ്ട്. അവരോടൊപ്പം പറയാൻ വിട്ടുപോയ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടത്തിയുടെ അനിയത്തി മണിക്കുട്ടി എന്ന് വിളിക്കുന്ന ഭദ്ര. അച്ചുവിന്റെ ഒപ്പം അതേ കോളേജിൽ MBBSന് ചേരാൻ അവളും റെഡിയായി നിൽക്കുകയാണ്. അവൾ ആദ്യം നോക്കി വശ്യമായിട്ട് ചിരിച്ചു. ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന ഭാവത്തിൽ അവൻ അപ്പൂപ്പന്റെ നേരെ മുഖം തിരിച്ചു. അപ്പൂപ്പൻ അന്നേരം കട്ടി കണ്ണടയ്ക്കിടയിൽ കൂടി കണ്ണുകൾ കൂർപ്പിച്ചു പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയോടെ ഭദ്രയെയും ആദിയെയും മാറി മാറി നോക്കുകയായിരുന്നു. അപ്പൂപ്പന്റെ നോട്ടവും അത്ര പന്തിയല്ലെന്ന് കണ്ട ആദി മുഖം തിരിച്ചു. അവിടെ മുഖം നിറഞ്ഞ പുഞ്ചിരിയുമായി വന്ന ഏട്ടത്തി ചേട്ടന്റെ ഇരിപ്പ് കണ്ടതും പച്ചാളം ബാസിയെ പോലെ നവരസങ്ങൾക്ക് അപ്പുറത്തുള്ള ഏതോ ഒരു രസം മുഖത്തണിഞ്ഞുകൊണ്ട് ചേട്ടനെ നോക്കി. പിള്ളേർക്ക് വല്ലതും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആവാൻ കേട്ടോ. ഏട്ടത്തി ചായ കൊടുത്ത് പുറകിലേക്ക് മാറിയതും മറ്റൊരമ്മാവൻ അഭിപ്രായം പറഞ്ഞു. കൊള്ള പഷ്ട്. നാഴികക്ക് 40 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും തമ്മിൽ തല്ലുകയൊക്കെ ചെയ്യുന്ന ഇവർക്കിനി എന്ത് സംസാരിക്കാനാണാവോ? ആദ്യം ആലോചിച്ചു. പിള്ളേര് തമ്മിൽ നേരത്തെ മുതലേ പരിചയമുള്ളതല്ലേ, ഇനിയിപ്പോ എന്ത് സംസാരിക്കാൻ? ആദിയുടെ അച്ഛൻ വിജ്ഞാപനം ഇറക്കി. എനിക്ക് സംസാരിക്കാനുണ്ട്. ഏട്ടത്തി ചാടി കയറി പറഞ്ഞു. അതും പറഞ്ഞ് ചേട്ടനെ ഒന്ന് ചെറഞ്ഞു നോക്കിയതിനു ശേഷം ഏട്ടത്തി അകത്തേക്ക് കയറിപ്പോയി. ആ, എന്നാ നീ ചെല്ല. വെടിവഴിപാടിന് ഷീട്ടാക്കി അനൗൺസ്മെന്റ് കേൾക്കാൻ നിൽക്കുന്ന വെടിക്കാരനെ പോലെ അനുവാദത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്ന ചേട്ടനോട് അച്ഛൻ പറഞ്ഞത് കേട്ടതും ഏറെ നേരം കാത്തു നിന്നിട്ടൊടുവിൽ സദ്യ നടക്കുന്ന സ്ഥലത്തെ വാതിൽ തുറന്നു കിട്ടിയതുപോലെ പുള്ളി ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ലേശം ആക്രാന്തം കൂടിയൊന്നൊരു സംശയമുണ്ട് ഇല്ലേ? അങ്ങേരുടെ പോക്കും നോക്കി അച്ചു പെറുപിറുത്തു. എന്നാ സംശയം ഒട്ടും വേണ്ട, ആക്രാന്തം തന്നെയാ. ഇളിച്ചുകൊണ്ട് അവന് മറുപടി കൊടുത്തു. അല്ല, അപ്പോ കാട്ടിൽ നിനക്ക് എന്താ പണി എന്നാ പറഞ്ഞേ? ഷേവാട്ട, ഈ കിളവൻ ഇതുവരെ അത് വിട്ടില്ലേ? അത് പിന്നെ അപ്പൂപ്പ, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് പണി. അതിന് 2 ആഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടേ. അത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടുവാന്നേ അവരുടെ കീഴിൽ ജോലിയും കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. ഓ, അത് കൊള്ളാലോടാ മോനെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ പണിയല്ലേ? ഈ ഡിസ്കവറി ചാനലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ? അപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് അവന്റെ കിളി പാറി. എന്ത്? നാം എന്താണ് ഈ കേൾക്കുന്നത്? ഈശ്വര, അറിഞ്ഞില്ല അപ്പൂപ്പ, അറിഞ്ഞില്ല. അപ്പൂപ്പൻ ഒരു ന്യൂജനാണെന്ന് ആരും പറഞ്ഞില്ല. മാപ്പു നൽകൂ ഗുണനിധി എന്ന പാട്ട് അവന്റെ ഉള്ളിലിരുന്ന ഒടുവിലുണ്ണികൃഷ്ണൻ ഉടുക്കുകൊട്ടി പാടി. ഉള്ളി പറഞ്ഞത് കേട്ട് കണ്ണും തള്ളിയിരിക്കുന്ന അച്ഛനെ നോക്കി അവനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. കണ്ടു പാടിക്കാച്ച.
അവൻ മനസ്സിൽ പറഞ്ഞത് മനസ്സിലായതുപോലെ പുള്ളി നോട്ടം മാറ്റി മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ ലീഫും നോക്കിയിരുന്നു. അപ്പോഴേക്കും അകത്തേക്ക് പോയ അതേ വേഗത്തിൽ റിട്ടേൺ അടിച്ച് ചേട്ടൻ വരുന്നത് കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. പോകുമ്പോൾ കണ്ടത്ര ആവേശം എന്തോ ആ തിരിച്ചു വരവിൽ ആശാൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആകെപ്പാടൊരു ചേഞ്ച്. കെട്ടിത്തൂങ്ങി ചാകാൻ പോകുന്നത് പോലെ കഴുത്തു മുറുക്കിയിട്ടിരുന്ന ബട്ടൺസ് അഴിച്ചിട്ടിട്ടുണ്ട്. കൈ രണ്ടും അഴിച്ച് മടക്കി വെച്ചിട്ടുമുണ്ട്. മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന അളിഞ്ഞ ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കിട്ടാനുള്ളതെല്ലാം കൈയോടെ ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും ബേഷായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്ന്. ഇതാ പറയുന്നത് അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയൂന്ന്. ആദി തൊട്ടടുത്തിരുന്ന അച്ചുവിന്റെ ചെവിട്ടിൽ പറഞ്ഞു. ആ എന്തായി മോനെ പോയി സംസാരിച്ചിട്ട്? സംസാരിക്കണോ ചോദിച്ച അമ്മാവൻ തന്നെ ചേട്ടനോട് ചോദിച്ചു. ഓ എല്ലാം ഓക്കെ ആണെങ്കിലേ. ചിരിച്ചുകൊണ്ട് തന്നെ ചേട്ടൻ മറുപടി കൊടുത്തു. പക്ഷെ ആ ചിരി ഒരുമാതിരി ഏറുകൊണ്ട പട്ടിയുടെ കിറി പോലെ ഓടിപ്പോയത് കണ്ട് ആദിയും അച്ചുവും ചിരി കടിച്ചമർത്തി. അപ്പോഴേക്കും എല്ലാം ഓക്കെ ആക്കിയ ഏട്ടത്തിയും പതുക്കെ ഹാളിലേക്ക് നടന്നു വന്നു. ആ എന്നാ പിന്നെ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം അല്ലേ? അതോടെ അപ്പൂപ്പൻ പറഞ്ഞു. അതിപ്പോ ഇനി സംസാരിക്കാനൊന്നുമില്ല അച്ഛ. അടുത്ത മാസമാ നിശ്ചയം പറഞ്ഞിരിക്കുന്നേ. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് കല്യാണവും. ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞു. പഠിത്തം കഴിഞ്ഞിട്ട് മണിക്കൂട്ടിയുടെ കല്യാണം കൂടി കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാൻ. ഒരു ദീർഘനിശ്വാസത്തോടെ അപ്പൂപ്പൻ പറഞ്ഞതിൽ തനിക്കിട്ടൊരു കൊളുത്തുകൂടി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നതിനിടയിലും അടുത്ത 5 കൊല്ലം അവളുടെ പഠിപ്പ് കഴിയുന്നത് വരെ പുള്ളി കണ്ണടക്കാതെ അതും തുറന്നു പിടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് ആലോചിച്ചും കൊണ്ട് ആദ്യ ഭദ്രയെ നോക്കി. അപ്പൂപ്പൻ പറഞ്ഞതും കേട്ട് തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടില്ലെന്ന് നടിച്ചു. എരഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന എന്നെ ചുമ്മാ വിടുകോച്ചേ. ഡാ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏട്ടത്തിയുടെ വിളി കേട്ട് തന്നെയാണോ അതോ ചേട്ടനെയാണോ വിളിക്കുന്നതെന്നറിയാൻ ആദ്യ വൈഷ്ണവിനെ നോക്കി. അത്തു നിന്നെയാ വിളിച്ച് ഇങ്ങ് വന്നേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആദ്യ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ അത്തു എന്ന്. എന്താണ് ഏട്ടത്തിക്ക് പറയാനുള്ളതെന്നറിയാൻ അവൻ പുള്ളിക്കാരിയുടെ പുറകെ അകത്തേക്ക് വെച്ചടിച്ചപ്പോ അവരുടെ പുറകെ വാല് പോലെ ഭദ്രയും ചെന്നു. നീ എന്തിനാ വരുന്നേ? നിന്റെ പേരാണോ അത്തുന്ന്? തിരിഞ്ഞു നിന്ന ഏട്ടത്തിയുടെ ചോദ്യം കേട്ട് അവൾ ചുമൽ കുച്ചി. എന്നാ അവിടെ നിൽക്ക്, എനിക്ക് ഇവനോടൊരു കാര്യം പറയാനുണ്ട്. പുറകെ ചെന്ന് അവളോട് പുരികം ഉയർത്തിക്കൊണ്ട് ഏട്ടത്തി ആജ്ഞാപിച്ചു. ചെറിയൊരു കുശുമ്പ് അവളുടെ കണ്ണുകളിൽ മിന്നിയതുപോലെ ആദിക്ക് തോന്നി. ഡാ നീയൊക്കെ അവിടെ ഉണ്ടായിട്ടാന്നോ അങ്ങേരെ ഇങ്ങനെയൊക്കെ വേഷം കെട്ടിച്ചോണ്ട് എഴുന്നള്ളിച്ചു വന്നേ? അയ്യോ ഏട്ടത്തിക്ക് അറിയാഞ്ഞിട്ടാ. അതെ, പുതിയ സ്റ്റൈലാ. ഈ ഭർത്താവ് ഉദ്യോഗത്തിന് പോകുമ്പോ അങ്ങനെ അത്രേ പോകണ്ടെന്ന്. അങ്ങേരുടെ ഒരു ഭർത്താവ് ഉദ്യോഗം ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഏത് നേരത്താണ് എന്റെ ഈശ്വര ഇതിനൊക്കെ കയറി പ്രേമിക്കാൻ തോന്നിയേ? വാതിൽക്കൽ ചാരി നിന്ന ഭദ്ര വാ പൊത്തി ചിരിക്കുന്നത് അവൻ കണ്ടു. അതെ, ഇനിയും സമയമുണ്ട് കേട്ടോ. വേണേ പറഞ്ഞാ മതി, ഞാൻ റെഡിയാ. അവൻ തോളുകൊണ്ട് ഏട്ടത്തിയുടെ തോളിലൊന്ന് തട്ടി. എന്തിന്? അല്ല, ഈ സുന്ദരി പെണ്ണിനെ കേട്ടാനേ. പോടാ പോടാ, പോയി തരത്തി പോയി കളിയുടെ ചള്ളി ചെക്ക. ഏട്ടത്തി അവനെ ഉന്തി തള്ളി പുറത്തേക്ക് വിട്ടു. എന്നാ പിന്നെ പോട്ടെ അമ്മേരെ, പോട്ടെ അമ്മാളൂ. ഏട്ടത്തിയോടും ഭദ്രയോടും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഹാളിലേക്ക് വന്നു. നേരത്തെ തന്നെ ജോത്സ്യനെ കണ്ട് തീരുമാനിച്ചിരുന്ന നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും തീയതികളെല്ലാം ഒന്നുകൂടി പറഞ്ഞുറപ്പിച്ച് ചായകുടിയും കഴിഞ്ഞ് അവരവിടെ നിന്നും മടങ്ങി. അവരുടെ കാർ ഗേറ്റ് കടക്കുമ്പോഴും ഭദ്രയുടെ കണ്ണുകൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന ആദിയെ കടാക്ഷിക്കുകയായിരുന്നു. തുടരും. രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. Sim, sim.